നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുവൈറ്റിൽ ബുധനാഴ്ച 1001 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ 1,87,500 പേർക്കാണ് വൈറസ് ബാധിച്ചത്. 5 മരണം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മരണം 1062 ആയി. 960 പേർ കൂടി രോഗമുക്തി നേടി. ഇതുവരെ കുവൈറ്റിൽ കോവിഡ് മുക്തരായി 1,77,048 പേരാണ്. ബാക്കി 10,795 പേർ ചികിത്സയിൽ കഴിയുന്നു. 147 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. 8,724 പേർക്കാണ് വൈറസ് പരിശോധന നടത്തിയത്. ആകെ 17,55,500 പേർക്ക് വൈറസ് പരിശോധന നടത്തി. ഒമാനിൽ 288 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് ബാധിച്ച് രാജ്യത്ത് പുതുതായി 4 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 299 പേർ കൂടി രോഗമുക്തരായി. ഇതുവരെ 1,40,588 പേർക്കാണ് കോവിഡ് വൈറസ് ബാധ സ്വീകരിച്ചിട്ടുള്ളത്. ഇവരിൽ 1,31,684 പേരും രോഗമുക്തരായിട്ടുണ്ട്. 1,562 പേരാണ് കോവിഡ് ബാധിച്ച് രാജ്യത്ത് ആകെ മരണപ്പെട്ടത്. നിലവിലെ കണക്കുകൾ പ്രകാരം രോഗമുക്തി നിരക്ക് 94%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 29 പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇവരിലുൾപ്പെടെ 192 പേർ ഇപ്പോൾ ആശുപത്രികളിൽ കഴിയുന്നുണ്ട്. ഇവരിൽ 68 പേരുടെ നില ഗുരുതരമാണ്. ഇവർക്ക് തീവ്രപരിചരണ വിഭാഗങ്ങളിൽ ചികിത്സ നൽകുന്നു. UAE-യിൽ 18 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചത് ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്തെ കോവിഡ് മരണസംഖ്യ 1,182 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3,025 പേർക്കാണ് പുതുതായി വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ചികിത്സയിലായിരുന്ന 4,678 പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു. 1,95,766 പരിശോധനകളിലൂടെയാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെ 3 കോടി കോവിഡ് പരിശോധനകളാണ് രാജ്യത്ത് നടത്തിയിട്ടുള്ളത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം UAE-യിൽ ഇതുവരെ 3,81,662 പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 3,70,559 പേരാണ് ഇതിനോടകം സുഖം പ്രാപിച്ചത്. നിലവിൽ രാജ്യത്ത് 5,421 രോഗികളുണ്ട്. ബഹ്റൈനിൽ 675 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 243 പേർ പ്രവാസികളാണ്. 422 പേർക്ക് സമ്പർക്കത്തിലൂടെയും 10 പേർക്ക് യാത്രയിലൂടെയുമാണ് രോഗം പകർന്നത്. നിലവിൽ 7,081 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ബുധനാഴ്ച 3 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. 2 സ്വദേശി പുരുഷന്മാരും 1 സ്വദേശി വനിതയുമാണ് മരിച്ചത്. പുതുതായി 764 പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,11,691 ഉയർന്നു. ഇതുവരെ 2,81,425 പേരാണ് രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചത്. കുവൈറ്റിന് വ്യാഴാഴ്ച 60ാം ദേശീയ ദിനാഘോഷം. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികളും ഒത്തുകൂടലും വിലക്കിയിട്ടുണ്ടെങ്കിലും കെട്ടിടങ്ങളും തെരുവുകളും അലങ്കരിച്ചും കൊടിതോരണങ്ങൾ തൂക്കിയും രാജ്യം ദേശീയ ദിനം ആഘോഷിക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ വിമോചന ദിനവും കടന്നെത്തുന്നത് സന്തോഷം അധികരിപ്പിക്കുന്നു. മുൻ അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹിന്റെ വിയോഗവും കോവിഡ് മഹാമാരിയും ഇത്തവണ ആഘോഷത്തിന് പൊലിമ കുറയ്ക്കുന്നു. വിപുലമായ ഒരുക്കങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. രാജ്യമാകെ കനത്ത സുരക്ഷാ മുൻകരുതലുകളും നിരീക്ഷണ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഒത്തുകൂടലുകൾ നടത്തുന്നവർക്കെതിരെ നടപടിയും ഉണ്ടാകും. സൗദി കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. ശസ്ത്രക്രിയ വിജയകരമാണ്. റിയാദിലെ കിങ് ഫൈസൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ബുധനാഴ്ച രാവിലെയാണ് അപ്പൻഡിസൈറ്റിസ് നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹം വിധേയനായത്. വ്യാഴാഴ്ച രാവിലെ ആശുപത്രി വിട്ടു. ശസ്ത്രക്രിയ വിജയകരമാണെന്നും കിരീടാവകാശി ആശുപത്രി വിട്ടെന്നും റോയൽ കോർട്ട് പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കി. ജോൺസൺ ആൻഡ് ജോൺസൺ നിർമ്മിച്ച കോവിഡ് വാക്സിന്റെ 2 ലക്ഷം ഡോസുകൾ ഒമാൻ ബുക്ക് ചെയ്തതായി ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയ്യിദി വ്യാഴാഴ്ച അറിയിച്ചു. സുപ്രീം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി കാര്യം അറിയിച്ചത്. മതിയായ അളവിൽ വാക്സിൻ ലഭ്യമാകുമ്പോൾ ഇവ സ്വകാര്യ മേഖലയിൽ വിതരണം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ജനസംഖ്യയുടെ 60% ആളുകൾക്കും ഉടൻ തന്നെ വാക്സിനേഷൻ പൂർത്തിയാക്കാനാണ് ആരോഗ്യ മന്ത്രാലയം ലക്ഷ്യമിടുന്നതെന്ന് സാംക്രമിക രോഗ നിയന്ത്രണ മേൽനോട്ട വിഭാഗ ഡയറക്ടർ ജനറൽ ഡോക്ടർ സെയ്ഫ് അൽ അബ്രി വ്യക്തമാക്കി. കുവൈറ്റ് പ്രവാസി ദുബായിൽ മരിച്ചു. തൃശൂർ പെരിഞ്ഞനം ചക്കരപ്പാടം പള്ളിയുടെ വടക്കത്ത് വശം താമസിക്കുന്ന നൈസാമാണ് മരിച്ചത്. പ്രായം 45. കുവൈറ്റിൽ സാൽമയിലായിരുന്നു താമസിച്ചിരുന്നത്. KEO ഇന്റർനാഷണൽ കൺസൾട്ടൻസ് കമ്പനിയിൽ ഡ്രാഫ്റ്റ്മാൻ ആയിരുന്നു. വർഷങ്ങളായി ഖത്തറിലായിരുന്ന നിസാം 1 വർഷം മുമ്പാണ് ജോലി മാറ്റത്തിനായി കുവൈറ്റിലേക്ക് എത്തിച്ചേർന്നത്. UAE-യിൽ ഹോട്ടൽ തൊഴിലാളികൾ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും കോവിഡ് PCR പരിശോധന നടത്തണമെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് 2 ഡോസും സ്വീകരിച്ചവരെ ആവശ്യകതയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. തൊഴിലാളികൾ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കോവിഡ് നെഗറ്റീവ് ഫലമുണ്ടോ എന്ന് കാണിക്കുന്നതിനുള്ള സ്റ്റിക്കറുകൾ ഭക്ഷണശാലകളിൽ മറ്റ് സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കണം. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഷാർജ സിറ്റി മുനിസിപ്പാലിറ്റി ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഖത്തറിൽ പഴയ ബാങ്ക് നോട്ടുകൾ 2021
ജൂലൈ 1 വരെ വിനിമയത്തിനായി ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ നോട്ടുകൾ മൂല്യമില്ലാത്തതാകും. ഇവ ഉപയോഗിക്കുന്നത് നിയമലംഘനമാവുകയും ചെയ്യും. ഖത്തർ സെൻട്രൽ ബാങ്ക് അറിയിച്ചതാണ് ഇക്കാര്യം. രാജ്യത്ത് കഴിഞ്ഞ ഡിസംബർ 18 മുതലാണ് കറൻസി നോട്ടുകളുടെ 4ാമത് സീരീസിന് പകരം പുതിയ 5ാമത് സീരീസ് നോട്ടുകൾ പ്രാബല്യത്തിൽ വന്നത്. 10 വർഷത്തിനുള്ളിൽ പഴയ നോട്ടുകൾ ഖത്തർ സെൻട്രൽ ബാങ്കിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയുമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. പുതിയ നോട്ടുകൾ വന്നതിന് ശേഷവും ബാങ്കുകൾ വഴിയും ATM-കൾ വഴിയും പഴയ കറൻസികൾ നിക്ഷേപിച്ച് പുതിയ നോട്ടുകൾ കൈപ്പറ്റാൻ സാധിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.